ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് 9ാം മാസ ചടങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ അടുത്തമ്മ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷൊർണൂർ പൊതുവാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ട്രാവലർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രാവലറൊക്കെ കയറിയിട്ട് നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഏട്ടൻ്റെ ഇളയ കുട്ടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചേച്ചിയുടെ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ ഏടത്തിയമ്മ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ്, ഇത് ചേച്ചിയുടെ റൂമിൽ നിന്ന് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അത് ചേച്ചിയുടെ അമ്മയാണ്. അമ്മയോടൊക്കെ നമ്മൾ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് ചേച്ചിയുടെ റൂമിലേക്ക് കയറി. ചേച്ചി റൂമിൽ ചേച്ചി കുറച്ച് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് കുറച്ച് നേരം ഇരുന്നപ്പോൾ ചേച്ചിയൊക്കെ പറഞ്ഞു കുറച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മനയുണ്ട്. അനന്തഭദ്രം മൂവിയിലൊരു ലൊക്കേഷനാണ്. ഈ ദിഗംബരൻ്റെ ശിവക്കാവും വീടൊക്കെ ഉണ്ട് അവിടെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നടന്നിങ്ങനെ പോന്ന് ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. വന്ന് കണ്ടപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കോളേജ് പിള്ളേരൊക്കെ വന്നിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ മനയൊക്കെ അടച്ചു പൂട്ടിയെന്നൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ പറയണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്നും കാണാതെ തന്നെ തിരിച്ചു പോരേണ്ടി വന്നു. പോരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഒരു വീട് കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി ഇതായിരിക്കും എന്നാൽ മനാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ഈ ഫ്രണ്ടിലെ ടെറസ് വീട്ടിൽ എൻ്റെ ഒരു ചേച്ചി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു അതല്ല മന, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് വേണം, അവിടെയാണ് മന എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങ് പോയി മനയൊക്കെ കണ്ടു. നേരെ തിരിച്ചുകൊണ്ട് പോകുന്നപ്പോഴേക്കും എല്ലാവരോടും ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറയുമായിരുന്നു. ഇനി എന്തായാലും നമ്മുടെ ചേച്ചിയുടെ കുട്ടീനെയൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇനിയുള്ളത്. ഇപ്പോൾ നമ്മൾ പലഹാരമൊക്കെ കൊടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് ചേച്ചിക്ക് ഭയങ്കര നാണമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ വന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കയറിയ സ്ഥലത്ത് തന്നെ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഷൊർണൂരിനടുത്ത് പൊതുവാളെന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ എല്ലാവരോടും ഇറങ്ങി ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ്. അത് ഞങ്ങളുടെ ബാബുവിൻ്റെ ഇളയ കുട്ടിയാട്ടോ. അപ്പോൾ അവരും ടാറ്റയൊക്കെ പറഞ്ഞ് അവർ പിന്നെ അവരുടെ വഴിക്ക് അവരവരുടെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾ വഴി നേരെ തിരിച്ച് ഞങ്ങൾ ഒറ്റപ്പാലം ബസ് കയറി. ഞങ്ങൾ ചെറുപ്പശ്ശേരി ബസ് കയറാൻ വേണ്ടിയിട്ടാണ് പൊതുവാൾ ഇറങ്ങിയത്. പക്ഷേ സൺഡേ ആയതുകൊണ്ട് ചെറുപ്പശ്ശേരി ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ഒറ്റപ്പാലം ബസ് 2 എണ്ണം പോയിട്ടും ഞങ്ങൾ ചെറുപ്പശ്ശേരി ബസ് കാത്തിരിക്കായിരുന്നു. അവസാനം ഞങ്ങൾ ഒറ്റപ്പാലം ബസ്സിൽ തന്നെ കയറി. അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് വാണിയംകുളത്താണ്. അപ്പോൾ വാണിയംകുളത്ത് ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നേരെ ഒറ്റപ്പാലത്തേക്ക് വാണിയംകുളത്ത് നിന്ന് ബസ് എടുത്തിരിക്കണു. നേരെ ഒറ്റപ്പാലത്തേക്ക് പോകുമ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും രാവിലെ മുതൽ മഴക്കാറുണ്ട്. ഒരു 9 മണി 8 മണി മുതലേ മഴക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ എഴുതി എന്നാൽ പെയ്യുമായിരിക്കും മഴ എന്നൊക്കെ വിചാരിച്ചത്. ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം. നേരെ ഒറ്റപ്പാലത്ത് എത്തിയിട്ട് മഴയൊന്നും പെയ്തില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒറ്റപ്പാലത്ത് എത്തി. പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങി. ബേക്കറിയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മളൊരു പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ തട്ടിപ്പറിച്ച് മേടിച്ച്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ചെറുപ്പശ്ശേരി ബസ്സൊക്കെ കയറി. അവിടെ നിന്ന് ഒരു ഗോദർശി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മുടെ തറവാട്ടിൽ എത്തിക്കഴിഞ്ഞു. തറവാട് അമ്മയുടെ വീടാണ്. അവിടെ എത്തുമ്പോൾ എല്ലാ കുട്ടിപ്പിള്ളേരും അവിടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അത് എൻ്റെ നിശ്ചയിച്ചയുടെ മൂത്ത കുട്ടിയാണ്. അവൻ്റെ ഷർട്ട് കണ്ടോ, നല്ല അടിപൊളി ഷർട്ടല്ലേ. അപ്പോൾ ഇത് അവിടുത്തെ കിണറാണ്. നല്ല പഴയ കിണറാണ് കേട്ടോ. ഞങ്ങളുടെ തറവാട് അവിടുത്തെ റോസാപ്പൂവും കാര്യങ്ങളും. പിന്നെ അവിടുത്തെ കുട്ടിപ്പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ബഹളമായിരിക്കും. ഇതേപോലെ തന്നെ അവിടെ എല്ലാ ദിവസവും എപ്പോഴും ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം പേരക്കുട്ടികളാണ്. അമ്മമ്മയുടെ പേരക്കുട്ടികളാണ് ഇതൊക്കെ കളിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളടുത്ത സ്പെഷ്യൽ ലൊക്കേഷനിലേക്കാണ് ഞങ്ങളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ഞാനൊക്കെ അവിടെ തറവാട്ടിലൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു കുളമുണ്ട്. ഭയങ്കര പേടിയായിരുന്നു. എനിക്കൊക്കെ അവിടെ ഇറങ്ങാൻ തന്നെ പേടിയായിരുന്നു. അത്രയും നമുക്ക് കണ്ട പേടിയാവുന്ന തരത്തിലുള്ളൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആക്കി മാറ്റിയിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ കുറച്ച് പേരോട് ഉണ്ട്. അപ്പോൾ അവരെ വിളിക്കാനാണ് മോനിപ്പോൾ ഓടിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പാടത്തൊക്കെ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. എല്ലാവരും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ആ തറവാടാണ്. അതൊരു തറവാടാണ് കേട്ടോ. കുമരംകണ്ടം തറവാടെന്ന് പറയും. അപ്പോൾ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും മഴക്കാറ് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിക്കാണ് നിങ്ങൾ, പക്ഷെ പെയ്തില്ല. നമ്മളിങ്ങനെ കുറേ നേരം നടന്ന്
ഈ പിങ്ക് സാരി ഉണ്ടോ, പിങ്ക് സാരി എൻ്റെ വല്യമ്മയാണ് കേട്ടോ. പിങ്ക് സാരി എൻ്റെ വല്യമ്മയും അതിന് മുമ്പിൽ കുട്ടീനെ എടുത്ത് നടക്കുന്നത് എൻ്റെ അമ്മയാണ്. ആ കുട്ടി എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവനൊക്കെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അവനൊക്കെ കാണാൻ പോണേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമായിട്ടാണ് പോണത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ടുള്ള സ്ഥലമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. കാരണം ഈ തോട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അതേപോലെ തന്നെയുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഷേപ്പിലും ഇതിലൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ ഇവിടെ തന്നെ ആയിരിക്കും ഞങ്ങളെപ്പോഴും. ഇവിടെയൊക്കെ വാഴത്തോട്ടമൊക്കെ ഉണ്ടായിരുന്നു, വാഴയൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അപ്പോഴും നല്ല മഴക്കാറുണ്ട്. കണ്ടോ, അത് കണ്ടാൽ തന്നെ അറിയില്ലേ പെയ്യുന്നുള്ളത്, പക്ഷെ പെയ്തില്ലായിരുന്നു. അതിലേക്കൂടെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പക്ഷെ സ്റ്റെപ്പ് വഴിയാണ് വരികയെന്നാണ് വിചാരിച്ചു, പക്ഷെ അതുവഴി വന്നില്ല. അപ്പോൾ നമ്മൾ ഈ തോട് കടന്ന് അപ്പുറത്തേക്ക് വല്യമ്മ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും വല്യമ്മയുടെ പിന്നാലെ പോവുകയാണ്. ഞങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങളിപ്പോൾ 3 പേരേ ഉള്ളൂ, കുറച്ച് പേരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ അപ്പുറത്തേക്ക് കടന്ന് പോയിട്ട് വെള്ളമൊക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ കുപ്പിച്ചില്ലുണ്ടാവും എന്നൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കുറച്ചും കൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് എൻ്റെ മാമൻ്റെ കുട്ടി അവിടെ അപ്പുറത്ത് നിന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അതിനല്ല ചേച്ചി ഈ വഴി വന്നാൽ മതി, അതിനെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ അത് വഴി തെറ്റി. അപ്പം ഞാനും അമ്മയും കൂടെ തിരിച്ച് ഇങ്ങോട്ട് നടക്കേണ്ട അവസ്ഥ വന്നു. വല്യമ്മ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അതിനെ വരാമെന്ന് പറഞ്ഞിട്ട് വല്യമ്മ അങ്ങനെ പോയി. അപ്പം ഞാനും അമ്മയും കൂടെ തിരിച്ച് ഇങ്ങോട്ട് നടന്നിട്ട് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണം, തിരിച്ച് നടക്കണോ വെച്ചിട്ടാണ്. അപ്പം എന്തായാലും തീരുമാനം എടുത്തു, തിരിച്ച് നടന്നേക്കാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഈ വഴി അങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക് വന്ന്, ഇവൻ്റെ പേര് അക്കു എന്നാട്ടോ ഞങ്ങളെല്ലാവരും വിളിക്കണേ, അക്കുമോനാണ് ഞങ്ങളുടെ. അപ്പോൾ നമ്മളതേ വീണ്ടും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് പോകാനുണ്ട് കേട്ടോ. നമ്മൾ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകണ പോലെയാണ്. ഇക്കരയിൽ നിന്നിട്ട് നമ്മൾ അക്കരയ്ക്ക് പോകണം. ഈ പാടത്തിൻ്റെ എൻഡ് വരെ നമ്മൾ നടക്കാനുണ്ട്. അത് അവിടെ വല്യമ്മ നിൽക്കുന്നുണ്ട്, അതേപോലെ എൻ്റെ മാമൻ്റെ കുട്ടി നിൽക്കുന്നുണ്ട്. ഇവർ 2 പേരാണ്. മാമൻ്റെ കുട്ടി എനിക്ക് പറഞ്ഞത്, ചേച്ചി ഇതിനെ വന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാടത്ത് നടക്കുമ്പോൾ എനിക്കൊരു പേടി, ഇത് നമ്മുടെ ബാക്കി ടീംസ് ബാക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പാടത്ത് നടക്കുമ്പോൾ ഒരു പേടി എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് കട്ടിങ് വരുന്നുണ്ടേ. ഈ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തേക്ക് വെള്ളം വിടുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലേക്ക് വീഴുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ ഡെയിലി നടക്കുന്നവർക്കൊക്കെ അറിയാം എവിടെയൊക്കെ ആയിട്ട് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അതിന് തോട് എന്താ ഞാൻ പറയാം, ഇപ്പോൾ എവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും എന്നുള്ളത് ഡെയിലി നടക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. പക്ഷേ എന്നെപ്പോലുള്ളവർക്കൊന്നും കിട്ടില്ല അതൊന്നും. അപ്പം അതുകൊണ്ടാണ് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു നടക്കാനൊക്കെ. അതിനെ സൂക്ഷിച്ചാണ് നടക്കണത്. പിന്നെ കുട്ടികളെ ഉള്ളതുകൊണ്ട് അത്രയും കെയർഫുള്ളായിട്ട് നടക്കുന്നു നമ്മളിതേ ഇങ്ങനെ പോകുന്നു. അവിടെ അറ്റത്ത് നിൽക്കണം, ആ തെങ്ങോളൊക്കെ നിൽക്കുന്നുണ്ട്, ആ അറ്റത്തേക്ക് നമ്മൾ എത്തണം കേട്ടോ. അവിടെയാണ് നമ്മുടെ കുളം നിൽക്കുന്നത്. വന്ന് ഈ അറ്റത്തേക്ക് എത്താറായി. നമ്മുടെ ബാക്കിൽ ഗാങ്ങൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. വല്യമ്മ ചീത്ത അറിയാട്ടോ. വല്യമ്മ നേരായിട്ട് മഴ വരുന്നതിൻ്റെ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വല്യമ്മ. നമ്മളതേ ചെന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനങ്ങമ്മലയാണ് കേട്ടോ. അപ്പോൾ അവിടെ എക്കോ ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മളിപ്പോൾ പോണത് കുളത്തേക്കാണ്. ഇതേ പോയിക്കൊണ്ടിരിക്കണു. അപ്പം ഇവിടെയൊക്കെ കുറേ ഈ കവുങ്ങുമരവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തോടാണ്. പൊതുവെ അവിടെ ആ ഒരു പ്രദേശത്ത് എല്ലായിടത്തും ഈ തോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. നല്ല മഴക്കാറുണ്ട്. നല്ല മഴക്കാറ് ഇപ്പം പെയ്ച്ചിട്ട് നിൽക്കാതെ ഉണ്ടോ. ഇത് നല്ല മഴക്കാറാണ് വന്നുകൊണ്ടിരിക്കണത്. ഇത് ഞാനിപ്പോൾ പെയ്യുമെന്നൊക്കെ എനിക്ക് അപ്പം തോന്നിയായിരുന്നു. പക്ഷെ ഒന്നും പെയ്തില്ലെന്നേ, അതാ രസം.
ചുമ്മാ പേടിപ്പിക്കാനായിട്ട് മഴയൊന്നും നനഞ്ഞിട്ട് പോകേണ്ടി വരുമോ വിചാരിച്ചു. ഇത് തന്നെ നിശ്ചയിച്ചാണ് കേട്ടോ. നല്ല കവുങ്ങ് ഒരുപാടുണ്ട് കവുങ്ങ്. നമ്മൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കണോ, നടന്നതേ നമ്മുടെ കുളം. ഞാൻ പറഞ്ഞ കുളമാണോ ഇത്? ഞാൻ പറഞ്ഞ കുളമേ അല്ല ഇത്. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ പോലെ ആയിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് കുളം തന്നെയാണ് കേട്ടോ, കുളമാണിത്. അപ്പോൾ ഇവിടെ 24 മണിക്കൂറും ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ടൂറിസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊന്നും ആവുന്നുള്ളത് തന്നെ, ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പോൾ വികസനം അത് തന്നെയാണ്. എന്താ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരുവിധം എല്ലാ കുളങ്ങളും അവർ ഈ ഒരു രീതിക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരിക്കലും ഒരു ചളിവെള്ളം അതിലായിരുന്നില്ല. ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ പാമ്പും ഒരുമാതിരി ഞാൻ മുതലുണ്ടെന്നൊക്കെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഇരുണ്ട വെള്ളമായിരുന്നു. നമുക്ക് താഴത്തേക്ക് നോക്കി നമുക്ക് ഒരിക്കലും തെളിഞ്ഞ് കാണാത്ത അത്ര കറുത്ത രീതിക്കുള്ളൊരു വെള്ളമായിരുന്നു. ഞങ്ങളവിടെ നിന്ന് എല്ലാവരും സെൽഫി എടുത്തു. ഇത് നിശ്ചയിച്ചിട്ട് ഇളയ കുട്ടിയാണത്, പെൺകുട്ടിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു സ്ഥലമായിരുന്നു അവിടെ. 24 മണിക്കൂർ ആൾക്കാരിങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചുറ്റുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വിചാരിക്കും. അത് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹൈവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പോകേണ്ട അടുത്ത് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഹൈവേയിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറം തന്നെ കേട്ടോ ഹൈവേ ഉള്ളത്. അപ്പം നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറേ പേര് ഇവിടേക്കായിട്ട് വരുന്നുണ്ടാകണ്ട. അതൊക്കെ വന്ന് പോകുന്നവരാണ്, അതേപോലെ വരുന്നവരും ഉണ്ട്. ഇങ്ങനെ നടന്ന് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അവിടെ പോയി തിരിച്ചു വരുന്നവരാട്ടോ. ചിലർ വഴി തെറ്റിയിട്ട് നേരെ പോകണൊക്കെ ഉണ്ട്. ഞങ്ങൾ ഹൈവേയിൽ ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പല കടകളിലും അന്വേഷിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കാണിക്കണത് വെച്ചാൽ മഴക്കാറ് കാണിക്കായിരുന്നു. മഴ പെയ്യണില്ല. നമ്മൾ ചുമ്മാ ഇങ്ങനെ നടന്നു. കുറേ നേരം നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ മല കണ്ട വീടിന്റെ പൊക്കത്തുണ്ട്. അത് മലയാണ്. വീടിന്റെ ഏറ്റവും മേലെ കാണുന്നത് ഞങ്ങളുടെ അനങ്ങമ്മലയാണ് കേട്ടോ. അത്രയും താഴെയാണ് ഞങ്ങളൊക്കെ നിൽക്കണത്. പക്ഷെ അത്രയും അടുത്താണ് ഞങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ. കണ്ട ഒരു കൂട്ടം ആൾക്കാരൊക്കെ വരുന്നത്. ഇവരൊക്കെ അതിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. ഒരു 3 മിനിറ്റ് നടക്കാനൊക്കെ ഉള്ളൂ. 3 മിനിറ്റൊക്കെ നടക്കാനുണ്ടാവുള്ളൂ. ഞാൻ പിന്നെ സ്ലോ ആയിട്ട് നടക്കാണ്, വീഡിയോ ഷേക്ക് ആവാതിരിക്കാനാണ്. ഇതേ അനങ്ങമല, വലിയ അനങ്ങമല കണ്ടോ. അവിടെ എക്കോ ടൂറിസം ഉണ്ടോ. അപ്പം അങ്ങോട്ടൊക്കെ നമുക്കൊന്ന് പോവാം. ഇത് പിന്നെ ഒരു രസം. അത് നമ്മുടെ ഹൈവേ കണ്ടിരിക്കുന്ന ഇതേ രസമൊക്കെ പോകുന്നു. ഹൈവേ കണ്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കണം. ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുകയാണല്ലോ. അപ്പം ഞാനിത് ഹൈവേയിൽ അതെന്ന് പറയണത് നമ്മുടെ ഒറ്റപ്പാലം റൂട്ടാണ്. അപ്പോൾ ഒറ്റപ്പാലം റൂട്ടിൽ നിന്ന് ചെർപ്പളശ്ശേരിക്ക് വരുമ്പോൾ ഞാൻ ആ പെട്ടിയപ്പോൾ വരുന്നുണ്ടോ ആ ഒരു സൈഡിലേക്കാണ് പോകേണ്ടത്. ചെർപ്പളശ്ശേരി റൂട്ടാട്ടോ.